ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നനച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒത്തിരി വെള്ളം ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണല്ലോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറേശ്ശെ കലക്കിയെടുക്കുമ്പോൾ കണ്ടതുപോലെ കട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നു വെച്ചാൽ ചിലപ്പം മിക്സിയുടെ അടുത്തിങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റക്കായിട്ട് അത് അറിയാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിതുപോലെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഒരു കപ്പ് പൊടി എടുത്തുകൊണ്ട് തന്നെ അരക്കപ്പ് തേങ്ങയാണ്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരയണം, അതിൻ്റെ രീതിയിലാണ് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നത്. കണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിനാണല്ലോ, അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു പാകത്തിന് ഒത്തിരി നീട്ട് പോകാനും പാടില്ല, എങ്കിൽ ആവശ്യത്തിന് വെള്ളവും ഉണ്ടായിരിക്കും, ലൂസും ആയിരിക്കണം, എന്നാലാണല്ലോ അപ്പം നന്നായിട്ട് വരുന്നത്. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അപ്പത്തിന് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മീഡിയം സൈസിൽ 2 സവോളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയും എല്ലാം വന്നവരെ വഴന്ന് ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ നോർമൽ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ മാത്രം ഒന്ന് അതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിനോട് ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇത് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പെരിഞ്ജീരകം അരയ്ക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാനൊരു 5 മുട്ടയാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ കാഷ്നട്ട് ചേർക്കണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നെയ്യും വേണ്ട, അതുപോലെ ഇങ്ങനെ ചെയ്യുക ആവശ്യമില്ല. ഇപ്പോൾ ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ കാഷ്നട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ചെറിയുള്ളി 1-2 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അതേപോലെ കറിവേപ്പിലയും ഉള്ളിയും കാഷ്നട്ടും എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടാൽ മുട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല മിക്സിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രുചിയാകും. അകത്തോട്ട് മസാലയൊക്കെ കറക്റ്റായിട്ട് കയറുമ്പോഴത്തേക്കും മുട്ടയ്ക്കകത്ത് നല്ല പോലെ അകത്തോട്ട് ഗ്രേവിയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ മുട്ടയുടെ സൈഡിൽ കൂടിയൊക്കെ നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ആ ചീനിച്ചട്ടിയിലോട്ട് നമ്മളിപ്പം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇനി നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് എണ്ണയ്ക്കകത്താണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണ മാത്രം മതിയാകും. ഇനി ഈ മിക്സ് കഴുകി കുറച്ച് വെള്ളവും കൂടി നമുക്ക് എടുക്കാം, കാരണം അരപ്പ് അതിനകത്ത് നല്ലപോലെ ഉണ്ട്, അതും കൂടി നമുക്ക് വേണമല്ലോ. ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി എണ്ണയ്ക്കകത്തൊക്കെ വഴറ്റിയെടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കാൻ പറ്റും. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അതിനകത്തോട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ എണ്ണയൊക്കെ സൈഡിൽ കൂടി തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇനി നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൽ കൂടുതൽ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും തന്നെ എല്ലാ കറികൾക്കും നമ്മൾ സാധാരണ ചൂടുവെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. അന്നേരമാണ് അത് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്, കുറവാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്.
പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ സൈഡെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മാവ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ചേർക്കുന്നത് ഒരു പാക്കറ്റ് ഈനോ ആണ്. അപ്പോൾ ഈനോ ഇല്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് ചേർക്കണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ കണ്ടോ ഈ മാവ് നമ്മൾ ഈനോ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ഫ്ലഫി ആയിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ മാവ് നല്ല പെട്ടെന്ന് നമുക്ക് ഈനോ ചേർത്ത് പുളിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈനോ നമുക്ക് സാധാരണ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈനോ ചേർക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവാറില്ല. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ദോശത്തവയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് 1.5 തവി മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സൈസ് എത്ര വേണം അതിനനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീ ആദ്യം കുറച്ചൊരു മീഡിയം സൈസിൽ തീ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കരിയത്തൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്കത് പൊങ്ങിക്കിട്ടും. അപ്പോൾ മുകളിലൊക്കെ നല്ലപോലെ ബൗൾസ് വരുമ്പോൾ ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ തിരിച്ചൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. കണ്ടോ എത്രത്തോളം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുട്ടക്കറി ഇപ്പം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ കാഷ്നട്ടൊക്കെ കൂടി ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം. നോക്കിക്കേ, മുട്ടക്കറിയുടെ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ കണ്ടോ. അത്ര നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അത്ര നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമ്മളൊരു തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ചേർക്കോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ ഗ്രേവി ഇത്ര രീതിയിൽ നല്ല കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് ഇതിന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് തികച്ച ഓപ്ഷനാണ് കേട്ടോ. കറിക്കൊരു ഭംഗി കിട്ടാനും അതുപോലെ ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അടുത്ത അപ്പവും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ അപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, എത്രത്തോളം ഭംഗിയായിട്ടാണ് പൊങ്ങി ഇങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ ബബിൾസൊക്കെ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത് കിട്ടുന്നത്. രാവിലെയൊക്കെ നമുക്ക് തിരക്കുള്ളപ്പോൾ അല്ലെങ്കിൽ രാത്രി അരയ്ക്കാനൊക്കെ മറന്നുപോയി ആ സമയത്ത്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടൊക്കെ എപ്പോഴും അത്ര എളുപ്പമല്ലല്ലോ. മാവ് കുഴയ്ക്കണം, പരത്തണം, ചുടണം. ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് മാവ് കലക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുണവും രുചിയുമൊക്കെ അതിലും കൂടുതലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.